ഡൽഹി മദ്യനയ അഴിമതിയിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. ഇ ഡി കസ്റ്റഡിയിൽ തുടരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. AAP ഗോവ അധ്യക്ഷൻ അമിത് പലേക്കർ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. ഗൗതം ചേരുന്നു. ഗൗതം, AAP നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിലൂടെ, അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ളതും സാധ്യതകളും വരുന്നുണ്ട്. വിവരങ്ങൾ. രോഹിണി, നിലവിൽ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ ഗോവയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന നേതാക്കൾ, ഇവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ വ്യക്തികളെ ഡൽഹിയിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന് അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യണം എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം. ഇന്നലെ കോടതിയിലും ഈ കാര്യം ED ധരിപ്പിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ഈ അന്വേഷണവുമായി സഹകരിക്കാത്തതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ ധരിപ്പിച്ചു. കെജ്രിവാൾ തന്റെ മൊബൈലിന്റെ പാസ്വേഡ് ഉൾപ്പെടെ ഇതുവരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കെജ്രിവാൾ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് കൂടുതൽ ആളുകളെ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഗോവയിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലുമുള്ള കൂടുതൽ AAP നേതാക്കളെയും മറ്റും ചോദ്യം ചെയ്യാൻ ED ആലോചിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ഈ നടപടികളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകളുടെ പ്രധാന ആരോപണം. ആം ആദ്മി പാർട്ടിയും രാഷ്ട്രീയ നാടകം കളിക്കുന്നത് തുടരുകയാണ്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ വരുമ്പോൾ ഈ വാദം ഉന്നയിക്കുന്നവർ കൂടുതൽ പ്രതിരോധത്തിലാകാനുള്ള സാധ്യത തന്നെയല്ലേ തെളിയുന്നത്? രോഹിണി, അത് തന്നെയാണ്. അതായത് രാഷ്ട്രീയമായി തന്നെ വേട്ടയാടുന്നു എന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട വാദം എന്നത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നടത്താൻ പോകുന്ന മുന്നേറ്റത്തെ തടയാനാണ് BJP ശ്രമിക്കുന്നത് എന്നും ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ EDയുടെ പക്കൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. നിലവിൽ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ EDക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പാസ്വേഡ് നൽകുന്നില്ല എന്നത് കെജ്രിവാൾ തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ കോടതിയിൽ വാദം നടക്കുമ്പോൾ ഇക്കാര്യം ED ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്റെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് EDക്ക് നൽകേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ മറുപടി. അങ്ങനെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. കാരണം നേരത്തെ 9 തവണ സമൻസ് നൽകിയപ്പോൾ അറസ്റ്റിനെതിരെ കോടതിയിൽ പോവുകയല്ലാതെ അന്വേഷണത്തോട് സഹകരിക്കാൻ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല. അതിനാലാണ് ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് പോലും EDക്ക് നടത്തേണ്ടി വന്നത്. ശരി ഗൗതം, ഡൽഹി മദ്യനയ അഴിമതിയിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.